ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടമുണ്ടാവുമല്ലോ. അതാണ് തറവാട്. ഈ വള്ളിക്കുടിൽ പൂത്തു നിൽക്കുന്ന മുല്ലപ്പൂക്കൾ, ഇതൊക്കെ മനസ്സിനെ എത്രമാത്രം റിലാക്സ്ഡ് ആക്കുന്നുണ്ട്. ഏകദേശം 100ഓളം വർഷം പഴക്കവും 6 തലമുറകളെ കണ്ടതുമായ ഒരു തറവാട്, അതാണ് ഇത്. അന്നെന്ന പോലെ ഇപ്പോഴും ഒരുപാട് മരങ്ങളുണ്ട്. ഇത് ഈ പൂവിന് നമ്മൾ സെന്റും പൂന്നാണ് പറയാ. പീലി വിടർത്തി നിൽക്കുന്ന തെങ്ങുകളും വെയിലേറ്റ് നിൽക്കുന്ന തെങ്ങോലകൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. കുട്ടിക്കാലവും കൗമാരകാലവും അങ്ങനെ ഒരുപാട് മനോഹരമായ ഓർമ്മകളിലൂടെയാണ് ഈ തറവാട് തരുന്നത്. ഇതെന്നും ഒരു സ്നേഹവീട് തന്നെയായിരുന്നു. ഇന്ന് കൂടെയില്ലെങ്കിലും അമ്മമ്മയും വല്യമ്മമാരും ഒക്കെ ഒരുപാട് സ്നേഹം മാത്രം തരാൻ അറിയുന്ന കുറേ ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മുകൾ നിലയിലേക്കുള്ള ഗോവണികൾ ഇതൊരുപാട് ഓടിക്കയറിയിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയായിരുന്നു മുകൾ ഭാഗം. ഏതു വേനലിലും ഒരുപാടൊന്നും ചൂട് തോന്നാത്ത ഓടുപാകിയ വീട്. മഴക്കാലമാകുമ്പോൾ മഴത്തുള്ളികൾ ഓടിനു മീതെ വീഴുന്നത് കേട്ടിരിക്കാൻ എന്തു രസമാണ്. ഇവിടെ പച്ചപ്പിലേക്ക് തുറക്കുന്ന കുറേ ജാലകങ്ങളും ഉണ്ട്. അവിടെ നിന്ന് കാറ്റും പച്ചപ്പും അങ്ങനെ ഒരുപാട് കാഴ്ചകളും കണ്ടു നിന്നാൽ മതിവരാത്ത കാഴ്ചകൾ. അന്നൊന്നും വീടുകളെ മതിൽക്കെട്ടുകൾ വേർതിരിച്ചിരുന്നില്ല. അതിനു പകരം അതിരിൽ ഒരുപാട് ചെമ്പരത്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തി ചെടികൾ ഉണ്ടാവും. അതുമാത്രല്ല, ധാരാളം കുളങ്ങളും ഉണ്ടായിരുന്നു ഈ തൊടികളിലൊക്കെ. പരീക്ഷാകാലവും കുളക്കരയിലിരുന്ന് പഠിക്കുന്നതും അങ്ങനെ ഒരുപാട് മനോഹരമായ ഓർമ്മകൾ. മിക്കവാറും വേനൽക്കാലങ്ങൾ ഇലഞ്ഞിമരത്തിൻ്റെ ചോട്ടിലാവും, പ്രത്യേകിച്ചു രാവിലെകളും വൈകുന്നേരങ്ങളും. കാറ്റിൽ വീഴുന്ന പൂക്കൾ നിലത്തെത്തുന്നതിൻ്റെ മുന്നേ പിടിച്ചെടുത്ത് മാല കോർക്കലും, കറാമ്പ് മരവും ഊഞ്ഞാലും തൊടിയിലെ കിണറും. അന്നൊക്കെ പാചകം കുറേയൊക്കെ ഗ്യാസിലും കുറേയൊക്കെ അടുപ്പിലുമായിരുന്നു. ഒരുപാട് രുചിക്കൂട്ടുകളെ സ്മരിക്കാതെ വയ്യ ഓർമ്മകളിൽ. അത്രയ്ക്ക് രുചിയുള്ള ഭക്ഷണം മറ്റെവിടെ നിന്നാണ് കഴിക്കാൻ പറ്റുക? ഓർമ്മകളിലൂടെ യാത്ര ചെയ്ത് വീണ്ടും ഒരു മടക്കം, പിന്നെയും ഒരു തിരിച്ചുവരവിനായി മാത്രം.